അവളെപ്പം വന്ന് ഫോട്ടോ എടുക്കാൻ പഠിക്കാൻ അന്നേരം വരാം. അതുവരെ ഒരുങ്ങിയിരിക്കാം. ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരുങ്ങിയിരിക്കാം. ഇത് ആ പെണ്ണെ തന്ന ചന്ദനോ? അല്ല, ഞാൻ ഇവിടെ കോവിഡ് പോകണം. ആ ചന്ദന കുറിയിട്ട് പൈപ്പിന്റെ കുട്ടിക്കൊണ്ട് ഞാൻ ചിപ്പിന്റെ വെള്ളമെടുത്ത് നനച്ചോണ്ടായി. ഇപ്പൊ മരുന്നായി കൊള്ളാമാ, സുന്ദരി, അടിപൊളി. എന്നെ ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കാം, മോൻ വന്നിട്ട് ഫോട്ടോ എടുക്കാം. കുറച്ചു നേരം ആയി ആവുമ്പോ കടയിൽ പോയത് ഇപ്പൊ വരും, വന്നിട്ട് ഫോട്ടോ എടുക്കാം. കടയിൽ പോയേ എന്നിട്ട് ഫോട്ടോ എടുക്കാം. എന്തെന്നെ സാധനം വാങ്ങാൻ. സാധനം വാങ്ങിക്കാം. ഞാൻ പോണേ, എനിക്ക് ജോലിയുണ്ട് കേട്ടാ. ഞാനേ ഫോട്ടോ പിന്നെ എടുക്കാം. മോൻ വരട്ട്. ഓ, ഗേറ്റ് തുറന്നു വിടും, ഇപ്പൊ മോൻ വരും. ഞാൻ പോണേ. ഞാൻ ഫോട്ടോ പിടിക്കുന്നത് ആശാട്ടിക്ക് അറിഞ്ഞുകൂടാട്ടോ. ആശാട്ടി അറിയാതെയാണ് ഫോട്ടോ പിടിക്കണതേ. അസുഖം പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാൻ ചെറുക്കനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ. ആ ചെറുക്കന് വയ്യാതിരിക്കും. അവർ അസുഖം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിക്കാറിയിരിക്കും. ചെറുക്കന് ചെറുക്കൻ എപ്പോഴും പണം. വാ, വെയിലത്തറിയും കൊണ്ട് ആ ചെറുക്കൻ ചെയ്യുന്നു. അഞ്ചിട്ട് പറ്റാ അവള് വീട്ടിയിരിക്കണേ. അവക്ക് രോഗം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിയിരിക്കും. ആ ചെറുക്കൻ സാധനം വാങ്ങിച്ചോണ്ട് വരണം. അവള് വീട്ടിൽ ഇരിക്കുന്നു.
പരമാ ദുഷ്ടം തന്നെ ഈ പെണ്ണ് കാണിക്കണം. പരമാ ദുഷ്ടത്തന്നെ പിടിച്ച തന്നെ. ആ ഭാവം പറ്റിയ ചെറുക്കനെ കാണിക്കണോ? ഇവിടെ എന്തായിരിക്കും ഒരു അതും പറഞ്ഞ് നീ കൊണ്ടുവന്ന ചന്ദനോ ഇട്ടത്. അത് ഫോട്ടോ എടുക്കണത് അറിഞ്ഞൂടാ. ഫോട്ടോ എടുക്കണതേ ഞാൻ കുളിച്ച് കുറി ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞ ഒരു ഐശ്വര്യം കാണാനാണ്. നീ കുടിച്ചു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്തിരി കുളിച്ച് കുറിയൊക്കെ തൊട്ട് വരണേന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കണ അങ്ങോട്ട് നോക്കി പറയണ്ട. ആ കുറിയ അത്ര അഴിഞ്ഞു പോണ്. ആ കുങ്കുമം മൊത്തം കലക്ക് തേച്ചെന്നു. ഓ ഇവിടെ നിക്കണേ പോവല്ലേ. നോക്കട്ടെ ഫോട്ടോ എടുക്കണ ആരും അറിഞ്ഞുകൂടാ. എന്നെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നു ഇത്ര നേരം. ഇന്നെന്തു വെച്ചോന്നോ മോനോട് ഒരു പ്രത്യേക ഇഷ്ടം. ഓ ഇതാ വരണം. ചുമ്മാ നിങ്ങളെ പിറകെ നടക്കാൻ. അവിടെ എന്തിനു ഗേറ്റിന്റെ അവിടെ ഒന്ന് പൊലമിക്കൊണ്ടുവന്ന? ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടു. സൈനന്റെ മാറ്റാ തന്ന സാധനം കടുകൊഴികെ ബാക്കിയെല്ലാം ഞാൻ എന്തേലൊക്കെ നോക്കട്ടെ. 4ാം ക്ലാസ് വരെ എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെയെന്ന് എഴുതിയിരിക്കണെന്ന് വായിച്ചാണ്. എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനു വലിയ കാര്യത്തിൽ പേപ്പർ വാങ്ങിച്ചത്? എന്തേലൊക്കെ ഇരിക്കണേ. ആ ചെല്ല് ചെല്ലുതോണ്ട സാധനങ്ങൾ വാങ്ങിച്ചെന്ന് ചെല്ല്. എന്തേലൊക്കെ നോക്കട്ടെ. കാവാണ് വരുന്നത്. പായസം വെക്കാൻ കടല ഇത് അട വാങ്ങിച്ചു. അടയത്തിന് പായസം വെക്കാൻ അടയും മൂഞ്ചിരിക്കണം. ഇത് പിടിച്ചോ പിടിച്ചോ. മുഖമൊക്കെ തെളിഞ്ഞു. അട പായസം വെക്കാൻ വേണ്ടി അടേ അട. പിന്നെ എന്തെങ്കിലും എടുത്തിട്ടോ മുറോ എന്തെങ്കിലും എടുത്തിട്ടോ. ഇതെല്ലാം കൂടെ എങ്ങനെയാ കയ്യിൽ പിടിക്കാൻ പറ്റുമോ? ഇത് പിടി. കൈ ഇങ്ങനെ ഇങ്ങനെ പോയി. അവളല്ലേ അല്ലേ സാധനം വാങ്ങിയത്. നീര് വിട്ടി പോയി സാധനം വാങ്ങിക്കുന്നു. വൈകുന്നു. ഇന്ന് ഞാൻ പോയി ഇത് പിടി. എല്ലാം ഞാൻ അടുക്കി തരാം. കളയല്ലേ. അവിടെ ഇപ്പം ഭയങ്കര കടുപ്പയാണ്. കഴക്ക് അടുക്കളയിൽ എവിടെ കൊണ്ടുപോയി ഞാനും കൂടെ. മുറുവെങ്കിലേട് നീ പറക്കത്തത് എനിക്ക് നടുവയ്യല്ലമ്മ. നിനക്ക് എല്ലാത്തിനും ഇത് ഒരു ദിവസം ഇത്ര സാധനം പറക്കിയപ്പോ നിങ്ങൾക്ക് അങ്ങ് സങ്കടം വന്നു പോയ അമ്മ. എല്ലാ ദിവസവും ഞാനല്ലേ ഇതൊക്കെ പറയണം. അതുകൊണ്ട് ആ വട്ടി എടുത്തോ. ദോണ്ടാ ആ വട്ടി എടുക്കും. ഈ വട്ടിയാരി കൊണ്ടുപോ. സാധനോട് എന്റെ പേർക്കാർക്കാണ്. ഞാൻ വരാം. നിങ്ങൾ പോയി കുറച്ച് സാധനം എടുത്തിട്ട് അവസാനം തീരാറാകുമ്പോ ഞാൻ എടുക്കാം. നിനക്ക് അത്രയ്ക്ക് പറ്റി വരുമല്ലോ. ചെറുക്ക അവളെയും കൂടെ പറക്കാൻ പറേ. ഞാനിത് നീ മാത്രം പറയ്ക്കാൻ അവള് സൂചിക്കണേ. മുളക് അതറിയാല്ലേ. എന്തൊരു മുളക്. എന്തൊരു മുളകാണ്. ഈ മുളക് പച്ചരി മുളക്. പച്ചരി മുളകാ. ഉഴുന്ന് എഴുതിയിട്ടില്ലായിരുന്നോ? ഇല്ല ഉരുന്ന് എഴുതിയില്ല. ഉഴുന്നിരുന്നു ഒരു കവറാണ്ടാണ് എഴുതാത്ത. കോൾഗേറ്റ് കിട്ടിയില്ലേ? കോൾഗേറ്റ് ഇതേ ഉള്ളു. അത് കൊണ്ട് വെക്കി. അത് കൊണ്ട് വെച്ചോ. വേറെ ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ ഭയങ്കര വെയിറ്റ് തന്നെ കൊണ്ടുപോണം കൊച്ച്. നീ പറക്കോണേ. എന്റെ ചെറുക്കനാ എന്നോട്ട്. നിനക്ക് വയ്യേ? എനിക്ക് വയ്യ. അങ്ങോട്ട് പറക്കി നിങ്ങളും കൂടെയൊക്കെ. ഓ നടുവിന്റെ ചവിട്ടി പിടിച്ചിട്ട് പറഞ്ഞില്ലായിരുന്നു അവള് ജോലിയൊന്നും ഇനി ചെയ്യൂലെന്ന്. ഞാൻ ചവിട്ടി ഓട്ടിയാന്ന് പറഞ്ഞ നടു ഓടിഞ്ഞോ. എനിക്കെന്തായാലും നടുവയ്യ. അവിടെ പറഞ്ഞ ചെന്ന് കഴിഞ്ഞു. പറക്കി കഴിഞ്ഞു.
സോപ്പ് കിടക്കണ്. എന്റെ പിറക്കെ കിടക്കണ്. എന്ത് നിങ്ങളെ പിറകെ ഞാൻ നടക്കണ്ടേ? എന്തെന്നെ ചുമ്മാ ചുമ്മാ? ഓ നിങ്ങളെ സൗന്ദര്യം കണ്ടപ്പോ നിങ്ങളെ പിറകെ ഒന്ന് നടക്കണോന്ന് തോന്നി. ആ ആ നിനക്ക് സൗന്ദര്യം ഇത്? എനിക്കില്ല. ആ ഇല്ല. ഞാൻ മൊഴി ഇത്രയും വീട്ടുകാട് ഞാൻ കത്തി കത്തി എടുത്തു വെച്ചു. നീ പറഞ്ഞ ഈ സുന്ദരി തന്നെ. തന്നെ? എനിക്കറിയാം സുന്ദരി തന്നെ. ഓ ആ ശരി, സന്തോഷം. ഒരുമിച്ചമായി ചേർക്ക. ഈ സോപ്പ് മുഴുവൻ വാങ്ങിക്കാൻ സോപ്പ് വൈകിനെ മനുഷ്യ പൈസ നീ മിച്ചം വാങ്ങിക്കായി. വാങ്ങണം. ഇനിയിപ്പോ ഉടനെ EMI ഇട്ട് വാങ്ങണം. ഒരു മിച്ചം വാങ്ങിക്കണം. പഴയ തുണിയൊക്കെ തയ്ക്കാൻ. അവര് തയ്ക്കണം. അവര് വിചാരിക്കണ തയ്യൽ മെഷീനിലാണ്, വാഷിംഗ് മെഷീനിലാണെന്ന് തോന്നുന്നു. അലക്കണ മിച്ചേന്ന്. ഓ അലക്കണ വിഷയം വേറെ ഉണ്ടമ്മ. അലക്കണ മെഷീൻ അറിഞ്ഞു. പിന്നെ എന്തിനേയും മിഷീന്ന് പിടിക്കണ? നീ ആയിട്ട് ഫോട്ടോ എടു തന്നെ. എനിക്ക് വയ്യമ്മ ഫോട്ടോ എടുക്കാൻ. നിങ്ങളെ മോന്റെ പറ ഫോട്ടോ എടുക്കാൻ. നിനക്കെന്താ നീ സൂക്കേട്? എനിക്ക് സൂക്കേടാ. വാദം. വാദോ? ഓ നിനക്ക് വാദം ഒന്നുമില്ലേ നീ? നിങ്ങളെ മോൻ പറഞ്ഞ കഴപ്പെന്ന്. ഓ പോണേ വേലയോണേ. എനിക്ക് വയ്യ വേറെ. ആ പിന്നെ ചുമ്മാ വരെടുത്തിരുന്നാ മതി. ഓ നിങ്ങൾ എന്തിനാണ് ചെയ്യണ? ഞാൻ എനിക്ക് അടുപ്പൊന്നുമില്ല. ചുമ്മാ ഇരിക്കണേ. അടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ഇരിക്കൂലേ? അടുപ്പിന്റെ ഉണ്ടായിരുന്നെങ്കിൽ വ്യാപിക്കായിരുന്നു. പിന്നെ കടുത്ത വെള്ളോട് വരുന്ന ഉച്ചക്ക് പൂട്ടാണ്ട് പലഹാരം ഉണ്ടാക്കുവാൻ. ഞാൻ എന്നെ ചുമ്മാ ഇരിക്കാൻ വേണ്ടി തന്നെ എന്നെ കട്ടിക്കൊണ്ട് വന്നു. പിന്നെ എന്നെ കാണാനാ കൊണ്ടുവന്നു. നിങ്ങളെ നോക്കാനല്ല എന്നെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളെ മോന്റെ കാര്യം നോക്കാനാണ് എന്നെ കെട്ടി. അവനെ നോക്കി എന്നെ നോക്കണം. നിങ്ങൾ എന്തിനു നോക്കേണ്ട ആവശ്യം? പിന്നെ ആ നിങ്ങളെ കാര്യം നോക്കേണ്ട ആവശ്യം എന്ത്? ഞാൻ നിങ്ങളെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ആ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയാണ്. ഓ നിങ്ങളെ മോന്റെയും ചെറുകുട്ടികളെയും കാര്യം മാത്രം നോക്കാനാണ് എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. നോട്ട് പോയിന്റാ. നിങ്ങളെ കാര്യം നോക്കണമെങ്കിൽ നിങ്ങളെ ഭർത്താവിന്റെ ഏൽപ്പിക്കണം. പോണേ ഫോട്ടോ ഫോട്ടോയ്ക്ക് അവധി. നേരം വെളുത്തിനൊക്കെ ഞാൻ നോക്കിയപ്പോണ്ട് പറഞ്ഞാള് ഞാൻ നോക്കിയപ്പോണ്ട് ഗ്ലാസ്സിൽ പറഞ്ഞോണ്ട് നിന്ന് പൊട്ടിടണ്. ഫോട്ടോ എടുക്കണമെങ്കിൽ അവള് പെട്ടെന്ന് എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കണേ അവിടെ ഒരുങ്ങി നിക്കാന്ന്. എന്നിട്ട് നീളത്തിനൊരു ചന്ദനക്കുറിയും വാരിയിട്ടിരിക്കും. ഇല്ല ഇത് ചന്ദനക്കുറി എന്നാ? കുങ്കുമം. ഓ കുങ്കുമം. അത് മാറിപ്പോയി. അത് ചന്ദന കോവലി കിട്ടുപോയാ കിട്ടില്ല. ഫോട്ടോ എടുക്കാൻ പറ ചെറുക്കൻ്റെ കയ്യില്. ചെറുക്കൻ ഫോട്ടോ ആയിട്ട് കേൾക്കാം. ഫോട്ടോ എടുക്കാതെ നേരത്തെ സമയം പോകും. ഫോട്ടോ എടുക്കാതെ പറ്റണില്ല. ഫോട്ടോ എടുക്കാതെ പറ്റണേ ഇല്ല. പകലൊന്നും കിടന്നു ഉറങ്ങുമല്ല. എന്ന് വാവ് എന്നാന്തോ പറയാൻ പോലെ. എന്ന് 12-ാം തീയതി കണ്ട അല്ലേ? 12-ാം തീയതി കർക്കിടക അതുകൊണ്ടാ കലണ്ടറില്. ഓ വലിയ പോണില്ലേ? ഓ നിങ്ങളെ മോൻ പോവും. ഞാൻ പോവും. ഞാൻ ചിലപ്പോഴേ പോവുള്ളൂ. നിങ്ങളെ മോൻ പോവും. മോനാ? അവനെ പോകുള്ളൂ. ഓ നിങ്ങളെ മോൻ പോവും. എന്നെ കൂടെ കൊണ്ടുപോകാനൊക്കെ. അങ്ങനെ ഇവിടെ അടുത്തെവിടെയെങ്കിലും പോവും. നിങ്ങളെ മോൻ ഇടയില്ലേ? മോനും അമ്മയ്ക്കും അച്ഛനും. അന്ന് പായസം കൂട്ടി ഊണ് കഴിക്കാം. ഞാൻ വലിയിട്ട് കൊടുക്കട്ടെ? സംഭിച്ചു കൊടുക്കട്ടെന്ന്. സംതൃപ്തി. ഓ സംഭിച്ച്. ഞാൻ കൊടുക്കണേന് തൃപ്തി. അപ്പനും അമ്മയ്ക്കും അച്ഛനും. അമ്മ കാക്കയ്ക്ക് കൊടുക്കണ നിങ്ങൾ എന്നല്ല ബലി. നിങ്ങളെ മോ ഇടും. നിങ്ങള് കാക്കയ്ക്ക് കൊടുക്കും. അത് അവര് കടലേ പറയുള്ളൂ. ഓ അവര് കടലേ പറയുള്ളൂ. വടയല്ല ഉപ്പേരി. ഇപ്പൊ അവസരത്തിനൊത്ത് മാറണ. എന്തിനു വേണേ? പിന്നെ എന്തിനു വേണം? വേറെ ജോലിയൊന്നുമില്ലല്ല. കൈക്കും കാലിനും അസുഖമൊന്നുമില്ലല്ല. പോണേ കടയിൽ മോമറ്റേ പറഞ്ഞത് കടല വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വെച്ചാണ്. അതുകൊണ്ട് അടുപ്പ് കിടക്കണ്.
എന്ത് വയ്ക്കാൻ വയ്യേ? പോണേ. ഓ കൺട്രാക്ക് വിട, ഇങ്ങോട്ട് വന്നൊരു കൺട്രാക്ക് വിടലാണ്. അട വൈ പെണ്ണെ, കടല വൈ പെണ്ണെ, അത് വൈ പെണ്ണെ, ഇത് വൈ പെണ്ണെ, ഒന്നും വയ്ക്കാൻ വയ്യ. എനിക്ക് വയ്യ. എന്ത് വയ്യാത്തെന്ത്? പോണേ. ഞാൻ ജോലി ചെയ്ത് എന്നൊക്കെ അറിഞ്ഞൂടെ? എനിക്കെല്ലാം അറിയാം. പിന്നെ ഇത് ചുമ്മാ ഇരുന്ന് ആശയിച്ചിരുന്ന ഇഷ്ടം. ചുമ്മാ ഇരുന്ന് ആസ്വദിച്ച് തിന്നണം ഇഷ്ടോ? വീട്ടിൽ വല്ലതും ഉണ്ടാ? എന്തിനു വേണം വീട്ടില്? അടുപ്പ് വല്ലതും ഉണ്ടാ? ഒരു അടുപ്പ് കൂട്ടി തന്ന പ്രശ്നം തീരും. നിങ്ങളാണ് ശോഭനെ, ഞാൻ അടുപ്പ് കെട്ടിത്തരും. അടുപ്പ് കെട്ടി തന്നിട്ട് നിങ്ങൾ അവിടെ ചായയും ചോറൊക്കെ വയ്ക്കണം. അടുപ്പ് കെട്ടിത്തരുന്ന അടുപ്പ് വാങ്ങിക്കും. പിന്നെ അത് വാങ്ങിക്കുന്ന അടുപ്പ്. ശരി, ഞാൻ ഒരു അടുപ്പ് വാങ്ങിത്തരാം. നിങ്ങൾ ചായയും ചോറൊക്കെ വെക്കുവോ? ചായ ഇടാൻ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനറിയാം? ചായ ഇടാൻ അറിയാം. ചോറ് വയ്ക്കാൻ അറിയാമോ? ചോറ് വായിക്കാൻ. കറി വയ്ക്കാൻ അറിയാമോ? എന്തിനു കറി വയ്ക്കും? അരച്ച കറിക്കാൻ അറിയാം. എന്തൊരരച്ച കറി? പിന്നെ ഓ കറണ്ട് പോയാ എന്തോ എന്തോ സൗണ്ട് കേട്ടു. ഇങ്ങോട്ട് ഇരി വേണേ. ഇരി, നീ നിക്കണ ഇരി. കുളിച്ച് മുടിയണ്ടൊന്ന് വെട്ടിക്കളഞ്ഞാത്തിന് നീ കത്തിരി എടുത്ത് വെച്ച് വെട്ടി. മുടി വെട്ടിക്കളഞ്ഞ എന്തിന്? മറ്റേത് മുടി ഉണ്ടായിരുന്നപ്പോ എനിക്ക് നിന്നെ ഇങ്ങനെ ഒരു പിടിക്ക് പിടിച്ച് വലിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെ പിടിക്കുമ്പോ മുടി ചറക്കണം. നിനക്കെന്നാ ഇല്ലാത്തത്? വലിയുടെ എന്നെ കൂടെ കൊണ്ടുപോകാൻ കൊള്ളാം, നല്ല രസമുണ്ട്. പോയി കടലിൽ മുങ്ങി മുറ്റിങ്ങനെ മുക്കി താഴ്ത്തിയപ്പോ നല്ല സുഖമുണ്ട്. അന്നത്തെ പോലെ ഇങ്ങനെ കൊണ്ടൊന്ന് വെള്ളത്തിൽ മുക്കി താക്കും. വേണോ? അതൊന്നും വേണ്ട. വെള്ളം വീണ പരിപാടിക്കൊന്നും ഞാനില്ല. വെള്ളം വീണിട്ടാണ് വലിയെങ്കിൽ ഞാൻ വരണില്ല. ഒരു കാര്യം പോവില്ലേ? ഇല്ല, ഒരിക്കലും പോണില്ല. ഒരിക്കലും പോണില്ല. എന്ത് നല്ല സുഖമുണ്ടല്ലേ? കയറി അങ്ങ് ഇരുന്നങ്ങ് പറഞ്ഞവരെയും പോണിട്ട് തള്ളി തടിക്കാൻ. ഒരു കോവിലേ പോവില്ലേ? കോവിലല്ലേ പോണ? അത് ഇവിടെയുള്ള കോവിലിൽ പോവാൻ. ദൂരെയുള്ള കോവിലിൽ പോയാലേ ദൈവാനുഗ്രഹം കിട്ടുമെന്നൊന്നുമില്ല. അപ്പുറപ്പുറമുള്ള കോവിലൊക്കെ പോയാൽ മതി. പേരാപൂരുണ്ട്, അപ്പുറത്ത് കുന്നത്തുണ്ട്. അതുകൊണ്ട് അവിടെ പാതിരപ്പള്ളിയിലുണ്ട്. താഴെ ശിവൻ കോവിലുണ്ട്. നിങ്ങൾക്ക് ഏത് കോവിലും മണ്ണന്തല കോവിലുണ്ട്. ഏത് കോവിലിൽ പോണം? ഏത് കോവിലും പോകും. അപ്പൊ അവിടെയൊക്കെ പോയാൽ മതി. ഇപ്പൊ ഞാൻ പോണ്ട. പോണ്ട. എന്തൊരു സൗണ്ട് കേൾക്കണ കൂട്ടിനകത്ത്? എവിടെ ഇടുന്ന വരി? ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഇടണം. അവളൊന്ന് ദൂരെ പോണില്ലാന്ന് നിങ്ങളെ മോൻ. ദൂരെ പോണില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഇടാന്ന്. അന്നത്തെ എന്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. നിങ്ങളിനി ഓരോ തവണ എന്നെ ഉപദ്രവിക്കാൻ കൈയും കാലും പൊക്കുമ്പോഴും ആലോചിക്കണം, അയ്യോ അവള് വയ്യാതെ കിടന്നാ ഞാൻ പട്ടിണി കിടക്കുമെന്ന്. ആലോചിക്കട്ടെ. അന്നത്തെ എന്റെ കണ്ടീഷൻ നോക്കിട്ട് തീരുമാനിക്കാം. അപ്പൊ അച്ഛനും കൊടുക്കണ്ടേ? പട്ടി കൊടുക്കുകയാണ് വേണ്ട. അത് ഇതിന്റെ കൂടെ ഉള്ളതാണ്. അപ്പോ സംസാരിച്ചോണ്ട് എന്നിട്ട് പെട്ടെന്ന് വേറൊരു സബ്ജക്ട് കൊണ്ടുവരാൻ ശോഭനെ കൊണ്ടേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അമ്മയ്ക്കും അച്ഛനും സത്യത്തി കൊടുക്കണം. ഒന്ന് നൂന്നിരുന്ന് പറയോ? അമ്മയ്ക്കും അച്ഛനും സത്യത്തി കൊടുക്കണം. സത്യച്ച് കൊടുക്കണോ? അമ്മയുടെ സ്നേഹം ഉണ്ടാ? അമ്മയുടെ സ്നേഹം. അച്ഛൻ്റെ സ്നേഹം ഉണ്ടാ? അച്ഛൻ്റെ സ്നേഹം. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അച്ഛനോട് ഭയങ്കര സ്നേഹം, അമ്മയുടെ കൊള്ളൂലെന്നല്ലേ പറഞ്ഞ? അമ്മയുടെയും കുറച്ചുപേര് ചോദിക്കണം, ഈ തൊലിക്കട്ടി ഈ തൊലി കൊടുക്കുവോന്ന്. ഈ തൊലി കൊടുക്കുവോ വാങ്ങാൻ ആളുണ്ടെന്ന്. കാണ്ടാമൃഗവും തോറ്റു ഈ തൊലിക്കട്ടി എന്തോ കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. കൊടുക്കോ? തൊലിയല്ലേ മൊത്തത്തിൽ കൊടുത്താൽ മതി, വാങ്ങാറുണ്ട്. ഇന്നലെ ഒരു ആള് കമന്റ് ചെയ്തിരുന്നു, അടുത്ത വീഡിയോയില് എല്ലാരെയും പേര് പറയിക്കണോന്ന്. എന്റെ പേരെന്തോന്ന്? എന്റെ പേര് എന്തിനാണ്? എനിക്കറിഞ്ഞൂടാ. ഉമ. ഉമേ. നിങ്ങളെ മോന്റെ പേരെന്തിര്? അവന്റെ പേര് സുധീഷ്ണ. ആ കൊച്ചിന്റെ പേരെന്തിര്? കൊച്ചിന്റെ പേര് എനിക്കറിഞ്ഞൂടാ. നന്ദന. കുഞ്ഞിയുടെ പേരെന്തിര്? അവൾ കുഞ്ഞി. അതറിയാം. പക്ഷെ ഇന്നേ വരാ കുഞ്ഞിന്നാ നന്ദാന്നാ വിളിച്ച് കേട്ടിട്ടേ ഇല്ല. എന്റെ അമ്മയുടെ പേരെന്തിര്? എന്റെ അമ്മയുടെ പേര് എനിക്കറിഞ്ഞൂടാ. ഓമന.
എന്തൊരു പട്ടി എന്തൊരു പറ്റി ഇവിടെ അന്താരാഷ്ട്ര ചർച്ച ചെയ്യുമ്പോഴാണ് നിന്റെ കൊരയുന്നു. ചാർലി തുറന്നു വിട്ടാണ് ചോദിച്ചാ ഒരു ഉമ്മം കൊടുക്കണ കാണിക്കാൻ. എന്റെ പേരെന്തിര്? നിന്റെ പേര് സുമാ. ഉമാ അതുവരെ എത്തിയേട്ടാ. അശ്വതി എന്ന് പറയാം. അശ്വതി. അശ്വതി. അമ്മ അശ്വതി അശ്വതി എന്നല്ലേ എന്നെ വിളിക്കണ. അപ്പൊ എന്റെ പേരെന്തിര്? അശ്വതി. അതിന് ഇനി പെണ്ണെ പെണ്ണേന്ന് വിളിക്കാതെ പേരൊക്കെ വിളിച്ച് ശീലിക്ക്. അശ്വതി. കൊച്ചിന്റെ പേരെന്തിര്? അവന്റെ പേര് ഇപ്പൊ ഞാൻ പറഞ്ഞല്ല. അത് നിങ്ങളെ മോന്റെ പേരാ? പൊടിക്കൊച്ചിന്റെ പേര്? നന്ദനെന്ന് വിളിപ്പിച്ചിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്നെ നിക്കേത് നന്ദൻ. നികേത് കൃഷ്ണ എന്ന് പറഞ്ഞാണ്. നികേത് കൃഷ്ണൻ. നികേത് അന്ന് നിലാകൃഷ്ണ എന്ന് പറ. നിലാകൃഷ്ണ. നേരെ മൂട് പോയി. കണ്ണ് മാറിയില്ലേ? ഇനി മൂട് പോയി. ഇനി ഇരിക്കൂല. അമ്മ നിങ്ങളെ മോന് പേരിട്ടതാര്? ഉറക്കം വരണം. പോറ്റിയാ തന്നെ? പോറ്റിന്നാ അച്ഛന്റെ പറഞ്ഞു കൊടുത്തു. അവനോട് പറഞ്ഞു കൊടുത്താണ് കളവാൻ വിളിക്കുന്നത്. സുധീഷ്ണ നിന്നെ പറയണ. പോറ്റിയാണ് കളവന്റെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് വീട്ടിലുള്ളവര് വിളിക്കാന്ന് പറഞ്ഞു. തന്നെ? വീട്ടുപേരൊന്നും ഇട്ടില്ലേ? വീട്ടില് പേരൊന്നും ഇട്ടില്ലേ? അത് ഞാൻ വെറൈറ്റികൾ പേരുകൾ വിളിക്കല്ലേ. വീട്ടിൽ പേരൊന്നും പോറ്റിട്ട്. നിങ്ങൾ സുധീഷ്ണാന്ന് തന്നെ വിളിക്കോ? എങ്ങനെ വിളിക്കണ? കളിക്കാൻ പോവാ എങ്ങനെ വിളിക്കണ? പറമ്പിൽ കളിക്കാൻ പോവാ എങ്ങനെ വിളിക്കണ? കളിക്കാൻ പോവില്ല. കളിക്കാൻ പോണെ ഞാൻ അടിക്കും. എന്റെ ബാല്യം ഇറുക്കി എന്റെ ഈ കരങ്ങളിൽ ഭദ്രമായിരുന്നു. കളിക്കാൻ പോയിക്കൂടാ. കളിക്കാൻ പോവില്ല തന്നെ. പിന്നെ നിങ്ങളെ മോ എന്ത് ചെയ്യുമായിരുന്നു ഇവിടെ? വീട്ടിനകത്ത് ഇരിക്കും. ചെത്തി പറയ്ക്കോ? വീടൊക്കെ ചെത്തി പറിച്ചോണ്ടിരിക്കും. ഈ 10-30 സെന്റോ? ദൂഷ്ട തള്ള. അന്ന് ബാലാവകാശ കമ്മീഷനും ഇല്ല, ചൈൽഡ് വെൽഫെയറും ഇല്ല. അത് തന്നെ അല്ലേ? ശരിയാണ്. പേടി ഉണ്ടായിരുന്നു. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു? ഇന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങളോട് സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ ഇത്തിപ്പോഴും വീടടിച്ച് വരടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ്. അങ്ങനെ പറഞ്ഞ കേസല്ല, പിള്ളേര് കൊണ്ടൊന്ന് കേസ് കൊടുത്താ കേസാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് കാണിച്ചു കൊടുത്താ, ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താ അത് കേസാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോണു. എനിക്ക് ജോലിയുണ്ട്. അവർക്ക് ഉറക്കം പറഞ്ഞു. പോയി കിടന്ന് ഉറങ്ങണെങ്കിൽ ഉറങ്ങമ്മ. ഉറങ്ങണെങ്കിൽ ഉറങ്ങ്. പോവാനെ അത് ഇരുന്നുറങ്ങിയാലും പോവില്ല. ഞാൻ പോണം. കണ്ണേരി കഴിയിരുത്തിപ്പോ കണ്ണ് കടിക്കും. നിങ്ങൾക്ക് എവിടെയാണ് കടിക്കാത്തത്? നിങ്ങൾക്ക് മൊത്തത്തിൽ കടിയാനല്ല. ഇന്നലെ എന്നെ കൈ കൊണ്ട് കണ്ണടച്ച മര്യാദ കിടന്ന് ഉറങ്ങണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇറുക്കി പിടിച്ച് ഉറക്കും. പോണേ. 1 മണിയായാലും ഉറങ്ങൂല. പിന്നെ എന്തിനാ? പോണേ. പകല് ഉറങ്ങില്ല. പകലും ഉറങ്ങൂല, രാത്രി ഉറങ്ങൂല. വീട് മുടിയോന്ന് പറയും. വീട് മുടിയോന്ന് തന്നെ. എന്റെ ഭഗവാനെ, അബദ്ധവശാൽ ഞാൻ ഉറങ്ങൂല. ഞാൻ എപ്പോഴും സുധീരണ, ഞാൻ കിടക്കണല്ല. ഞാൻ ഉറങ്ങണ നീ കണ്ടിട്ടുണ്ടോ? നീ ഉറങ്ങണവരൊക്കെയാണ് വീഡിയോ കാണുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വീഡിയോ കാണുന്നത്. നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ ആൾക്കാരാ വീട് മൂടി ഉള്ളത് തന്നെ. പണ്ട് അച്ഛൻ പറയുമായിരുന്നു ഇറങ്ങിക്കൂടാ, ഇറങ്ങിയ വീട് മൂടി. ഇതൊക്കെ അറിയാല്ലേ? അറിഞ്ഞൂടാത്തത് ശോഭനയ്ക്ക്. ശരി, ഞാൻ പോണേ അമ്മ. ഈ ജോലിയുണ്ട്. നീ ചോറ് വേണോന്നേ? ചോറ് വേണോ? ചോറ് വേണ്ട. ഇന്നലത്തെ ഇതുവരെ ബിരിയാണി ചോറ് ഇരിക്കണ വേണോ? കേട്ടില്ല. ഇതൊരു ബിരിയാണിയാ? പിന്നെ നീ അങ്ങനെ ആക്കിയതിന് പിന്നെ ബിരിയാണി എനിക്ക് വേണ്ട. വേണ്ടേ? ബിരിയാണി താ. എവിടെയെങ്കിലും ഒരിടത്ത് ഉറക്കുന്നേ? വേണോന്നാ വേണ്ടെന്നാ? വേണം. പിന്നെ പാത്രം ബിരിയാണി അപ്പൊ പാത്രം എടുക്കട്ടെ. കേട്ടത് എന്തരന്നേ? മറ്റേ വെള്ളം തുറന്നില്ല തന്നെ.
ഇഞ്ഞറ്റത്ത് കിടക്കണം. ആ കറുത്ത വെള്ള വെപ്രാളപ്പെട്ട് തിന്നരുത്, പതിയെ തിന്നാവുള്ളൂ. അമ്മച്ചേ ഇതിന്റെ ബിരിയാണിയാണ്. ബിരിയാണി ഇന്ന് തിന്നാൻ വേണ്ടി എടുത്ത് വെച്ചത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ രൂപം ഓർമ്മ വന്നു. വേണ്ടാന്ന് പറയൂന്ന് കരുതി, പക്ഷെ വേണമെന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എന്റെ ബിരിയാണി ചോറ് നിങ്ങൾ തിന്നും. ആ പപ്പടം അതിൽ കൂടെ ഞെരടി തിന്നമ്മ. അമ്മ പപ്പടം അതിൽ കൂടെ ഞെരടി തിന്നും. ഞെരട് അങ്ങനെ. ഞാൻ പോട്ടാ അമ്മ, ചോറ് ഇടക്കണം. പതുക്കെ തിന്നണേ. നെയ് വെള്ളവും കൂടെ കുടിക്കണേ. മണ്ടേ കറി നേരെ പിടിക്കാം. അങ്ങനെയല്ല പിടിക്കണ്ട, അങ്ങനെയല്ല അങ്ങനെ. ശരിയേ.